ഞാനിന്നേ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഡിന്നർ സെറ്റാക്കാനുള്ള മൂഡിലാണ്. ഉള്ളിയൊന്നും വഴറ്റി സമയം കളയാനുള്ള മൂഡൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റിയ ഒരു ഡിന്നർ കൂടുന്നോ? അപ്പോൾ ഒരു ലേസി ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എയർ ഫ്രയർ എടുത്തു. അതാണ് എളുപ്പ പരിപാടി. അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടു. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കൈ കിട്ടിയ പൊടിയൊക്കെ എടുത്ത് തിരുമ്മി വെക്കുക എന്നുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. അതായത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെന്താ ഉപ്പ്, നാരങ്ങാനീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെ തന്നെ. അതെല്ലാം ഇട്ടൊന്ന് തിരുമ്മി എയർ ഫ്രയറിൽ തള്ളിക്കയറ്റി 160 ഡിഗ്രി വെച്ച് 15 മിനിറ്റ് നേരത്തേക്ക് വെച്ചു. അപ്പം ഒരു സൈഡ് ഏകദേശം ഫില്ലായി കിട്ടും. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. പക്ഷേ ഇപ്പോൾ ഇത് മാത്രം കൊണ്ട് പോരല്ലോ, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹെവി ആക്കണ്ടേ. അപ്പോൾ പിന്നെ കുറച്ച് ഹെൽത്തിയുമായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തു. ബ്രോക്കോളിയും കോളിഫ്ലവറും ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ. പിന്നെ ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും ക്യാരറ്റും അതൊക്കെ എടുക്കാം കേട്ടോ. തൽക്കാലം ഇത് മതി, കാരണം ക്യാരറ്റൊന്നും അരിഞ്ഞുണ്ടാക്കാനുള്ള മടിയാണ് സത്യം പറയാലോ. അതിനകത്ത് വലിയ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തില്ല. കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും മാത്രം ആഡ് ചെയ്ത് അതും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് നാരങ്ങനീര് വേണമെന്നുണ്ടെങ്കിൽ ആ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവസാനം കഴിക്കുന്ന നേരത്തെ ആഡ് ചെയ്താൽ ചിക്കൻ ഇവിടെ ഹാഫ് ബോയിൽഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് കൂടെ തന്നെ ഈ വെജിറ്റബിളും കൂടെ ആ കൂടെ ആഡ് ചെയ്തു. വെജിറ്റബിളിനൊന്നും വലിയ വേവൊന്നും ഇല്ലല്ലോ എന്നേ, പിന്നെ ഹാഫ് ബോയിൽ ആയെങ്കിലും ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതും കൂടെ എയർ ഫ്രയറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുത്ത്. ഇനി ഇത് കഴിക്കുമ്പോൾ കുറച്ച് എരിവും പുളിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയൊരു സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇതാ കാന്താരി മുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് ആ കൂടെ തന്നെ നല്ല കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാലഡ് ഡ്രസ്സിങ് ആയിട്ടോ. നല്ല നമ്മുടെ ഒരു ടേസ്റ്റിനുള്ളൊരു സാലഡ് ഡ്രസ്സിങ് നമുക്ക് കിട്ടും. കാന്താരി മുളക് ഉണ്ടെങ്കിലാണ് ബെസ്റ്റ്. ഇത് കപ്പയ്ക്കും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. മധുരക്കിഴങ്ങിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു സാലഡ് എന്ന് പറയുന്നത്. ആ സമയത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഒരു ഫ്രൈ ആയിട്ട് വന്നു. അതുപോലെ ബ്രോക്കോളിയും കോളിഫ്ലവറും ഒക്കെ ഒരു ഹാഫ് ഫ്രൈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എളുപ്പമല്ലേ, അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഉള്ളി വഴറ്റാതെ ഒരു ഡിന്നർ അങ്ങനെ റെഡിയായി കിട്ടി. അപ്പോൾ അതേ മോളുടെ വക ഒരു ഓഫറും കൂടെ കിട്ടി. ഇതിന് അവളൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊരു എക്സ്ട്രാ ബോണസ് ആയല്ലോ. അത് അവളുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, കിട്ടിയ ഫ്രൂട്ട്സൊക്കെ എടുത്ത് അരിയുക. അതായത് ആപ്പിളും പഴവും ഒക്കെ ഒന്ന് അരിഞ്ഞ്, അവക്കാഡോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സ്മാഷ് ചെയ്ത് ചേർത്ത് ഇതെല്ലാം കൂടെ ഗ്രീക്ക് യോഗട്ടിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫ്രൂട്ട് സാലഡ് നമുക്ക് കിട്ടും. അതിന് മധുരം ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണിയും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ മധുരത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡും കൂടെ നമുക്ക് ആ കൂടെ കിട്ടും. അപ്പോൾ അത് മോളുടെ വക സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. അവൾ വലിയ ഹാപ്പി ആയിട്ട് അത് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമുക്കതൊരു എക്സ്ട്രാ ബോണസ് ആയി. അപ്പോൾ അതെനിക്ക് ജോലി എളുപ്പമായി കിട്ടി. ഇത് കുറച്ചുകൂടെ ഹെവി ആക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഗാർലിക് ബ്രെഡോ അല്ലെങ്കിൽ റാപ്പോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം. പക്ഷേ ഞങ്ങൾ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഇതൊന്നും കഴിക്കുന്നില്ല. ഈ ഒരു ഫ്രൂട്ട് സാലഡും പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനും വെജിറ്റബിൾസും മാത്രമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് സാലഡ് ഡ്രസ്സിങ് കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റായിരുന്നു. ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാലഡ് ഡ്രസ്സിങ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് കാന്താരിമുളക് ആയതുകൊണ്ടാണ് അതിന് ആ ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട് സാലഡ് തന്നെയാണ്. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. താങ്ക്സ് ടു മാളു.